മലപ്പുറം വാഴക്കാട് ആക്കോട് പട്ടയിൽ കരിങ്കൽ ക്വാറി നാട്ടുകാർക്ക് ഭീഷണിയാകുന്നതായി പരാതി ഉയരുന്നു. ക്വാറിയിൽ പാറ പൊട്ടിക്കുന്നതോടെ പ്രദേശത്തെ നിരവധി വീടുകൾക്കാണ് വിള്ളൽ വീണത്. ഇനിയും പാറ പൊട്ടിക്കുന്നതോടെ വലിയ ദുരന്തമുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ക്വാറിക്ക് മറുവശത്തുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾ. വലിയ കുന്നിടിച്ച് പ്രവർത്തിക്കുന്ന ഈ കരിങ്കൽ ക്വാറിക്ക് മറുവശത്ത് മീറ്ററുകൾക്കപ്പുറമാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്നത്. ഈ ക്വാറിയിൽ ഓരോ തവണ പാറ പൊട്ടിക്കുമ്പോഴും വലിയ കുലുക്കമാണ് അനുഭവപ്പെടുന്നത്. വീടുകളിൽ വിള്ളൽ വീഴുന്നതോടെ ആശങ്കയിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. ക്വാറിയിൽ ഓരോ തവണ പാറ പൊട്ടിക്കുമ്പോഴും വലിയ കുലുക്കമാണ്. ഇതോടെ കോടിയമ്മൽ പുല്ലഞ്ചേരി പ്രദേശത്തെ നിരവധി വീടുകളിലാണ് വിള്ളൽ വീണത്. അപ്പോൾ നമുക്ക് ഈ ക്വാറി പ്രവർത്തിക്കുന്നതിനോട് ഇവിടെ ഞങ്ങളെ ഏരിയയിലുള്ള 100ഓളം കുടുംബങ്ങൾക്ക് ഭയങ്കരമായ ഭീഷണിയിലുള്ളത്. എന്നുവെച്ചാൽ ഞങ്ങളൊക്കെ ഏകദേശം വീടൊക്കെ വിള്ളലും പൊട്ടലും കുറേ അടന്ന് വീഴലും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. കുട്ടികൾക്കൊന്നും നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഈ ഒരു പരിസര പ്രദേശത്ത് പലവട്ടം ഇത് തടഞ്ഞിട്ടും ഇതിന് യാതൊരു നടപടിയില്ല. കുറച്ചു കാലം നിർത്തിവെച്ച് വീണ്ടും ഇത് പണി തുടങ്ങിക്കുകയാണ്. ക്വാറിയിലെ പാറയുടെ ഒരു ഭാഗം ജനവാസ കേന്ദ്രത്തിനോട് ചേർന്നാണ്. ഇതാണ് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തുന്നത്. ഇനിയും കുന്നിടിച്ച് പാറ പൊട്ടിക്കുന്നതോടെ ക്വാറിയുടെ മറുവശത്തുള്ള ജനവാസ മേഖലയിലേക്ക് ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. കുട്ടികൾ തൊട്ടിയിൽ കിടക്കുന്ന ചെറിയ കുട്ടികൾ മുതൽ രോഗികൾ വരെ നെട്ടി ഉണരുന്നത് മുതൽ അവർക്ക് ഓരോ ദിനം ഒരു ഭീതിതമായ സാഹചര്യം. ഇപ്പോൾ വലിയൊരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തുള്ള ടീം അപ്പുറത്തുണ്ടായിരിക്കെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് ഞങ്ങളുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. വില്ലേജിക്കും പഞ്ചായത്തിനും പോയിട്ട് അന്നേരം തന്നെ ഇവിടെ വെടിവെട്ടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ വന്നിട്ട് പരാതി കൊടുത്തിട്ടും ഇവർ സ്വീകരിച്ചില്ല. അവർക്ക് പറഞ്ഞ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനില്ല, നിങ്ങൾ കളക്ടറെ അടുത്ത് പോയിക്കോളിയും. കളക്ടറെ അടുത്ത് പോയി പറഞ്ഞ് പരാതി സ്വീകരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. നിയമലംഘനം നടത്തി പാറ പൊട്ടിച്ചതിന് ക്വാറി ഉടമയ്ക്ക് 2 കോടി രൂപ പിഴ കൊടുക്കേണ്ടി വന്നതായും ഉന്നതങ്ങളിലെ സ്വാധീനം ഉപയോഗിച്ചാണ് ക്വാറി പ്രവർത്തിക്കുന്നതെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ നിയമത്തിൻ്റെ ഉള്ളിലേക്ക് അവരുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തിയിട്ട് നിയമത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ അവിടുത്തെ അവസാനമായിട്ട് അവർക്ക് കൊടുത്ത അനുമതിയിൽ കൂടുതൽ അവർ ആയത്തിലാക്കിയതിൻ്റെ പേരിൽ 2 കോടിയിലധികം രൂപ അവർക്ക് ഫൈൻ വന്നിട്ടുണ്ട്. അതേസമയം നിയമാനുസൃതമായി മാത്രമാണ് ക്വാറി പ്രവർത്തിക്കുന്നതെന്നും പ്രദേശവാസികളായ ആളുകളാണ് ഇവിടെ തൊഴിൽ ചെയ്യുന്നതെന്നുമാണ് ക്വാറി ഉടമകൾ നൽകുന്ന വിശദീകരണം. ക്വാറിയുടെ പ്രവർത്തനം തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് കാണിച്ച് അധികൃതർക്ക് നിരവധി തവണയാണ് പരാതി നൽകിയതെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിസ്സഹായാവസ്ഥയിലാണ് ഈ നാട്ടുകാർ. ജിഷ്ണു ബിനങ്ങാടിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.